ഇതെല്ലാം നമ്മൾ ടെറസിൻ്റെ മേലിൽ നട്ട് വെച്ചിട്ട് കിട്ടിയതാണ്. വളരെ ചെറിയൊരു പീസ് മാത്രമായിട്ടാണ് നമ്മൾ നട്ട് വെച്ചത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ. ഇത് നമ്മൾ നട്ടിട്ട് 8 മാസം കഴിഞ്ഞപ്പോഴാണ് ആയത്. അതെ, പ്ലാന്റിൽ ഇതുപോലെ ചെടികളെല്ലാം വാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമുക്ക് ഇതിൻ്റെ അകത്ത് മാങ്ങയിഞ്ചി ആയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ഹാർവസ്റ്റ് ചെയ്തത് കേട്ടോ. നമ്മളപ്പോൾ ചെടീനെ ഇതുപോലെ 2 പോട്ടിനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വേരായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കണം. അപ്പോൾ പതുക്കെ ഇങ്ങനെ കൈവച്ച് തന്നെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാങ്ങയിഞ്ചി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല ക്ഷമ വേണം, കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇതുപോലെ ആ കട്ടകളൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാങ്ങയിഞ്ചി ഇങ്ങനെ പതുക്കെ വേർതിരിച്ചെടുക്കണേ. അപ്പോൾ ഈ 2 ബോട്ടിലും അത്യാവശ്യം കുറേ ഇഞ്ചികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിപ്പിച്ച് മണ്ണ് മാറ്റി നമ്മളിങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു കെട്ട് അങ്ങനെ തന്നെ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വേരിൽ കുറേ ഇഞ്ചി ഒരുമിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതല്ലാണ്ട് വേറെ പ്ലാന്റിൽ വലിയ ഇഞ്ചിയും കിട്ടിയായിരുന്നു. നമുക്കങ്ങനെ ഒത്തിരി ഇഞ്ചികൾ നമുക്ക് മാങ്ങ ഇഞ്ചി ഈ പൊട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു ഇഞ്ചി എടുത്തിട്ട് പുളി ഇഞ്ചി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.